അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ ഇടത് നിരീക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. കഴിഞ്ഞ പിണറായി സർക്കാരിലെ തോമസ് ചാണ്ടി വിഷയമാണ് ഇപ്പോൾ വി അരുൺ പറഞ്ഞു നിർത്തുന്ന അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ. പക്ഷേ നമുക്കറിയുന്നത് പോലെ പൂരം കലക്കൽ സമയത്തൊക്കെ ആ വിവാദ സമയത്തൊക്കെ CPI ഒരു കടുത്ത തീരുമാനം എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് ചോദിച്ച രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഉണ്ട്. അത് ശത്രുപാളയത്തിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ് എന്ന് വേണമെങ്കിൽ തള്ളിക്കളയാം. പക്ഷേ ഇപ്പോൾ CPI എടുക്കുന്ന തീരുമാനം ബിനോയ് വിശ്വം പറയുന്നതിനകത്ത് ഇനിയും ഒരു കടുപ്പിച്ചൊരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഈ സമയത്തുണ്ട്. ക്യാബിനറ്റ് മുറിയിൽ കയറാതെ മാറി നിൽക്കുക CPI മന്ത്രിമാർ എന്നത് മാത്രം ഒതുങ്ങുകയാണോ? മുന്നണി മര്യാദ പാലിക്കാതെ ഇനി CPM-നൊപ്പം എത്ര കാലത്തേക്ക് കൂടി എന്നൊരു ചോദ്യം ഇതിനകത്ത് ബാക്കിയുണ്ടോ? എന്ത് സമവായത്തിന്റെ സ്കോപ്പാണ് ഇനി ബാക്കി നിൽക്കുന്നത്? താങ്കൾ എന്താണ് കാണുന്നത്? CPI ഫണ്ടും മന്ത്രിസഭയിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ടുണ്ട്. ഈ കാര്യത്തിൽ CPM-ന്റെ നിലപാട് വളരെ ശക്തമായ തീരുമാനമാണ്. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ 2022 ഒപ്പിട്ടാണ്, ഛത്തീസ്ഗഡിൽ 2023 ഒപ്പിട്ടു, ഹിമാചൽ പ്രദേശിൽ ഒപ്പിട്ടു. ഇപ്പോൾ നമുക്കറിയാം തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇതുമായിട്ട് ഒപ്പിട്ടത്. ആകെ ഒപ്പിടാത്തത് കേരളവും തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ 2-3 സംസ്ഥാനങ്ങളാണ്. അതിലുപരി കേരളത്തിലെ കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള സെൻട്രൽ സ്കൂളുകളിലൊക്കെ ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ 152 ബ്ലോക്കുകളാണ്. ഈ 152 ബ്ലോക്കുകളിലായിട്ട് 304 സ്കൂളുകളിൽ ക്രമാനുഗതമായി നമുക്ക് വർഷം 1 കോടി രൂപ, 5 വർഷം 5 കോടി രൂപ ഓരോ സ്കൂളിന്റെ ഡെവലപ്മെന്റ് കിട്ടും. അതിലുപരിയായിട്ട് വിദ്യാഭ്യാസ മേഖലയിലുള്ള കരിക്കുലം, പെഡഗോഗി അസസ്മെന്റ്, ആക്സസ്, ഇൻഫ്രാസ്ട്രക്ചർ, ഹ്യൂമൻ റിസോഴ്സ്, ലീഡർഷിപ്പ്, മാനേജ്മെന്റ്, ജെൻഡർ ഇക്വിറ്റി, ഇങ്ങനെ നിരവധി മേഖലകളിലായിട്ട് നമുക്ക് ഈ സമ്പത്ത് വിനിയോഗിക്കാം. ഇപ്പൊ തീർച്ചയായിട്ടും കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായൊരു മുന്നേറ്റം ഉണ്ടാവും. പക്ഷെ ഇതിനെ കാണുന്നത് RSSന്റെ ചില പരിപാടികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് വളരെ പ്രത്യേക എടുത്തു പറഞ്ഞിട്ടുണ്ട്. 2020 പാസ്സാക്കിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് ഇത് നടപ്പിലാക്കുമ്പോൾ ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പല സംസ്ഥാനങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. ഇത് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ പരിപൂർണമായിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കിയിട്ടില്ല. അതിലുപരിയായിട്ട് നമുക്ക് വരുന്ന നഷ്ടം SSK അനുസരിച്ച് കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് കോടിക്കണക്കിന് രൂപ കിട്ടാനുണ്ട്. ആ SSK അനുസരിച്ചുള്ള പൈസയും നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രോജക്റ്റിൽ ഒപ്പിടണം. അങ്ങനെ ഒപ്പിടാൻ നമുക്ക് മാറി എന്ന് കഴിഞ്ഞാൽ വളരെ കൂടുതൽ സാമ്പത്തിക നഷ്ടം നമുക്കുണ്ടാവും. CPIയുടെ ഒരു കാലഹരണപ്പെട്ട ഒരു തത്വശാസ്ത്രം മാത്രമാണ്. ആ പാർട്ടിക്ക് വ്യക്തമായൊരു നിലപാടുകളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ മറ്റുള്ളവർ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയപ്പോൾ പാർട്ടിയുടെ നേതാക്കന്മാർക്കും തലയുയർത്തി നിൽക്കാൻ വേണ്ടി ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഇതിനകത്ത് കാര്യമൊന്നുമില്ല. അതായത് മുന്നണി മര്യാദ പാലിച്ചിട്ടില്ല എന്നുള്ള CPIയുടെ ആ വാദം പോലും കാലഹരണപ്പെട്ടതാണ് എന്ന് കൂടി കരുതുന്നു ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ? അല്ല, മുന്നണി മര്യാദ എന്നുള്ള പല കാര്യങ്ങളിലും ഇടതുപക്ഷ മന്ത്രിമാര് മുന്നണിയിൽ ആലോചിക്കാറുണ്ടെങ്കിൽ പോലും ചില പ്രത്യേക കാര്യങ്ങളിൽ അതാത് വകുപ്പുകൾ തന്നെ മുന്നോട്ട് പോകാറുണ്ട്. എല്ലാ കാര്യങ്ങളിലും മുന്നണിയിൽ ചർച്ച ചെയ്ത് പോകണം നിർബന്ധമൊന്നുമില്ല. പിന്നെ UDF കണക്കല്ല, ഇടതുപക്ഷ മുന്നണിയെല്ലാം ചർച്ച ചെയ്യാറുണ്ട്. ഞങ്ങൾ എല്ലാവരും പല കാര്യങ്ങളും ജില്ലാതലത്തിലും മണ്ഡലാടിസ്ഥാനത്തിലും വാർഡ് അടിസ്ഥാനത്തിൽ പോലും ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എടുത്തതിന് ശേഷവും മുന്നണിയിൽ ചർച്ച ചെയ്യാം, മുന്നണിക്ക് അതിന് മുന്നേ ചർച്ച ചെയ്യണം എന്നുള്ള വ്യവസ്ഥയൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് മുന്നണി മര്യാദ ലംഘിച്ചു എന്ന് പറയുന്നതിനകത്ത് പരിപൂർണ്ണ അർത്ഥമൊന്നുമില്ല. ഇനിയും LDF-ലോ മന്ത്രിസഭാ യോഗത്തിലോ ഒക്കെ ഈ വിഷയം ചർച്ച ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ആ എതിർപ്പിന് അതായത് ഇപ്പോഴുള്ള ഈ പ്രതിഷേധം വെറും പ്രഹസനം മാത്രമാണ്. കൂടിപ്പോയാൽ ഒരു മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മാറി നിൽക്കുമെന്നതിനപ്പുറത്തേക്ക് ഇത് മുന്നോട്ട് പോകുകയില്ല എന്നുകൂടിയാണോ? അല്ല, അവര് കാര്യങ്ങൾ മനസ്സിലായി നേരായ വഴിക്ക് വരണം എന്നാണ് എന്റെ അഭിപ്രായം. കാര്യം കാലഹരണപ്പെട്ട തത്വശാസ്ത്രമായിട്ട് കൊണ്ടുവരുന്നതാണ് കേരളത്തിന്റെ വികസനം അല്പമെങ്കിലും മുന്നോട്ട് പോയിട്ടുള്ളത്. അല്ല, മുഖ്യമന്ത്രി നേരിട്ട് ഈ അനുനയ ചർച്ച നടത്തിയിട്ട് അത് പരിഹാരമായിട്ടില്ല, ഞങ്ങൾ പറഞ്ഞതൊന്നും പരിഹാരമായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി എപ്പോഴാണ് ഇത് മനസ്സിലാക്കി തിരിച്ചു വരിക? ഇനിയും സമയമുണ്ടല്ലോ. മധ്യസ്ഥ ശ്രമം എന്ന് പറയുന്നത് ഒരു ചർച്ച കൊണ്ടോ 2 ചർച്ച കൊണ്ടല്ലോ പല കാര്യങ്ങളും നമ്മൾ പരിഹരിക്കുന്നത്. തിരക്കിട്ട ചർച്ചകൾ ഉണ്ടാവും. നേതാക്കന്മാർ വീണ്ടും ഒരു വട്ടമേശ സമ്മേളനം പോലെ സംസാരിക്കും. തീർച്ചയായിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. CPI ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നാണ് CPM-നും മറ്റ് ഘടകകക്ഷികൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള വിശ്വാസം. അങ്ങനെ അവരെ ബോധ്യപ്പെടുത്തി ഈ തീരുമാനമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. പിന്നീട് മുന്നണിക്ക് ദോഷമുണ്ടാകാതെ കാത്തു സൂക്ഷിക്കേണ്ടത് പ്രമുഖ കക്ഷിയായിട്ടുള്ള CPM-ന്റെ ഒരു നിലപാട്. CPM ആ രീതിയിൽ തന്നെ ചിന്തിക്കുമെന്ന് ഗോവിന്ദ മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മന്ത്രി ശിവൻകുട്ടിയും പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ സഹോദര പ്രസ്ഥാനം കടുത്ത നീക്കത്തിലേക്ക് കടന്നേക്കുമെന്നുള്ളൊരു സൂചനകൾ വളരെ പ്രത്യക്ഷമായി തന്നെ ഉണ്ടായിരുന്നു ശ്രീ ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ. അതും താങ്കൾ ഇതിനപ്പുറത്തേക്ക് കണക്കിലെടുക്കുന്നില്ല? ഇല്ലില്ല, തീർച്ചയായിട്ടും അത് താൽക്കാലികമായ ഒരു വെടിപൊട്ടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ല, അതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുള്ളതല്ല. അതൊക്കെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ച് മുന്നണിയുടെ ഭാഗമായിട്ട് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നന്ദി. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദന്റെ പ്രതീക്ഷ അദ്ദേഹം പ്രകടമാക്കുന്നു.